പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. വൈറലായ പോറ്റിയെ കേറ്റി എന്ന പാരഡി ഗാനത്തിൽ കേസെടുത്തേക്കും. സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതി ക്രമസമാധാന ചുമതലയിലുള്ള ADGP വെങ്കിടേശന് കൈമാറി. പരാതിയിൽ കേസെടുക്കുന്നത് അടക്കമുള്ള തുടർ നടപടികൾക്ക് സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാനാണ് നിർദ്ദേശം. ADGP പരാതി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറും. ഭക്തിഗാനത്തെ വികലമായി ഉപയോഗിച്ചെന്ന് കാണിച്ച തിരുവാഭരണ പാത സംരക്ഷണ സമിതി കഴിഞ്ഞ ദിവസമാണ് DGPക്ക് പരാതി നൽകിയത്. പാട്ട് വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണെന്നും അയ്യപ്പനെ അപമാനിക്കുന്നതാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. മലപ്പുറംകാരനായ സുബൈർ പന്തല്ലൂരും ഹനീഫ മുടിക്കോട്ടും സ്റ്റുഡിയോയുടെ പ്രൊമോഷന് വേണ്ടി ചെയ്തതാണ് ഈ ഗാനം ആലപിച്ചത് ഡാനിഷ് മുഹമ്മദാണ്. EP ചാലപ്പുറമാണ് രചയിതാവ്. നമ്മൾ ആദ്യം ദൃശ്യങ്ങളിലേക്ക് കടന്നിട്ട് വരാം. വൈറലായ പോറ്റിയെ കേറ്റിയെ പാരഡി ഗാനത്തിൽ കേസെടുത്തേക്കും എന്നതാണ് അറിയാൻ കഴിയുന്നത്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന ഗാനത്തിന് സമാപനമായ രീതിയിൽ അതേ മ്യൂസിക്കിലാണ് ഇപ്പോൾ പോറ്റിയെ കേറ്റിയെ പാരഡി ഗാനം ഇപ്പോൾ ഇവർ പാടിയിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതി ക്രമസമാധാന ചുമതലയിലുള്ള ADGP വെങ്കിടേശന് കൈമാറി എന്നൊരു വിവരം ലഭിക്കുന്നുണ്ട്. പരാതിയിൽ കേസെടുക്കുന്നത് അടക്കമുള്ള തുടർ നടപടികൾ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാനാണ് നിർദ്ദേശം. ADGP പരാതി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറും. ഭക്തിഗാനത്തെ വികലമായി ഉപയോഗിച്ചുവെന്ന് കാണിച്ച തിരുവാഭരണ പാത സംരക്ഷണ സമിതി കഴിഞ്ഞ ദിവസമാണ് DGPക്ക് പരാതി നൽകിയത്. പാട്ട് വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നതും അയ്യപ്പ ഭക്തന്മാരെ അപമാനിക്കുന്നതും അയ്യപ്പനെ അപമാനിക്കുന്നതാണ് എന്നതാണ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മലപ്പുറംകാരാണ് ഈ ഒരു പാട്ടിന് പിന്നിൽ എന്നതാണ് മനസ്സിലാക്കുന്നത്. മലപ്പുറംകാരായ സുബൈർ പന്തല്ലൂരും ഹനീഫ മുടിക്കോട്ടും സ്റ്റുഡിയോയുടെ പ്രൊമോഷന് വേണ്ടി ചെയ്തതാണ് ഗാനം ആലപിച്ചത് ഡാനിഷ് മുഹമ്മദാണ്. EP ചാലപ്പുറമാണ് ഈ പാട്ടിന്റെ രചയിതാവ്.